സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിനെ പറ്റി ഒരു ചുക്കും അറിയാതെ, ഒന്നും പഠിക്കാതെ തോന്നിയാസം ചെയ്യണമെന്ന് വിചാരിച്ച് ഇസ്ലാം എന്ന് പുറത്തു പോയി മുർത്തദ്ദായി. അല്ലാഹു കാക്കട്ടെ. ഇസ്ലാം എന്ന് പുറത്തു പോയവന്റെ പേര് മുർത്തദ് എന്നാ. മനസ്സിലായില്ലേ? ഇസ്ലാം എന്ന് പുറത്തു പോയാൽ അവന്റെ പേര് മുർത്തദ്, ഇസ്ലാമിലുള്ളവന്റെ പേര് മുസ്ലിം. ഇസ്ലാം വളരെ മോശാന്നും പറഞ്ഞിട്ട് ഒരു ചങ്ങായി ഇസ്ലാം എന്ന് രാജിവെച്ച് പോയി. ഓ, അള്ളാഹ്ക്ക് വലിയ വിഷമം തന്നെ അവനങ്ങ് പോയാലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അങ്ങനെ പോയവരുണ്ടായിരുന്നു. എങ്ങനെ പോയവര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അങ്ങനെ നടന്നു. ഉള്ളിൽ അന്നേരവും വിശ്വാസമില്ല, പിന്നെ അത് വെളിവാക്കിയതാ. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരാൾ മുർത്തദായി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അവർ നേരത്തെ തന്നെ ഇസ്ലാമിൽ അവർക്ക് വിശ്വാസമില്ല, പിന്നെ അവരൊന്ന് പ്രകടിപ്പിച്ചു നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം, അത് വാഹിറാക്കി. ഇതുപോലെ പണ്ട് തന്നെ ഇസ്ലാമിനെ പറ്റി വിശ്വാസമില്ലാത്ത ചില ചങ്ങാതികളുണ്ട്. അവർക്ക് മുനാഫിക്കുകൾ നമ്മൾ പറയാം. ആ മുനാഫിക്കുകൾ ഞാൻ ഈ അടുത്ത് കേട്ടു. ഒരു ചങ്ങാതി അവൻ പറഞ്ഞു, ഞാൻ നേരത്തെ നല്ല മുജാഹിദിന്റെ പ്രവർത്തകനായിരുന്നു, ഇപ്പോൾ ഞാൻ മുർത്തദാണ്. അവൻ നേരത്തെ തന്നെ അവൻ ഉറച്ചിട്ടില്ല. മുജാഹിദായത്തിന്റെ ഒരു പകുതിയാണ്. അവന് കുറച്ച വിശ്വാസമില്ല. ആ വിശ്വാസം ഇല്ലാത്തവർ ഇപ്പൊ പൂർണ്ണമായി പുറത്താക്കിയിട്ട് ഞാൻ മുജാഹിദിന്റെ പ്രവർത്തകനാണ്, എനിക്ക് വലിയ വിവരമുണ്ടെന്ന് അവൻ പറയുന്നു. വലിയ വിവരന്റെ പണ്ടിനെ മുജാഹിദാവും. വിവരം തീരെയില്ല. ആ ഇല്ലാത്തവൻ മുർത്തദ്ദായി. എന്നിട്ടോ മുർത്തദ്ദായിട്ട് അവൻ പറയാണ്, അഭിമാനത്തോടെ അവൻ പേര് പറയാണ്, എക്സ് മുസ്ലിം. നിങ്ങൾ ആലോചിച്ചു, ഒരാൾ വളരെ മോശമാണ് ഒരു സംഗതി എന്ന് ബോധ്യപ്പെട്ടിട്ട് അയാൾ അതിൽ നിന്ന് പിരിഞ്ഞു പോയാല് പിന്നെ ഞാൻ അതായിരുന്നു എന്ന് പറയാൻ ആർക്കും ആഗ്രഹിക്കും. അപ്പൊ അതിനെപ്പറ്റി ഒരുത്തം പറഞ്ഞു തരുമോ? ഒരു വിവരദോഷിയായ മുർത്തദ് പറഞ്ഞു തരും. മുമ്പ് കള്ളുകുടിച്ചവൻ കള്ളുകൂടിയൊക്കെ നിർത്തിയാലും മുൻ മദ്യപാനി തന്നെ പറയാൻ. ദുനിയാവിൽ ഏതെങ്കിലും ഒരു മദ്യപാനം മോശാന്ന് മനസ്സിലായിട്ട് നിർത്തിയിട്ട് പോയാൽ പിന്നെ അവൻ ഞാൻ മുൻ മദ്യപാനി അഡ്രസ് ചെയ്തുമൊക്കെ ഫുലാൻ മുൻ മദ്യപാനി, ഇങ്ങനെ മുദ്യപാനി അവൻ പേര് വെക്കോ. അവൻ തന്നെ അവൻ പേര് വെക്കോ. മുൻ മദ്യപാനി, മുൻ തമ്മാടി, മുൻ തോന്നിവാസി, മുൻ കള്ളൻ, മുൻ വ്യഭിചാരി, ഇങ്ങനെ ആരെങ്കിലും അവനവൻ അഡ്രസ് വെക്കും. ആ പണി മോശമാണ് എന്ന് ഒരുത്തരും ബോധ്യപ്പെട്ട പിന്നെ അതിന്റെ ഒരുത്തന്റെ അഡ്രസ് ആയിട്ട് ആർക്കും പറയും? അത് പറയൂലല്ലോ. അപ്പൊ എക്സ് മുസ്ലിം ഒരുത്തൻ പേര് വെച്ചാൽ മനസ്സിലാക്കണം, ലോകത്ത് ഏറ്റവും ബുദ്ധിയില്ലാത്ത, ഏറ്റവും ബുദ്ധിഹീനനായ യുക്തിവാദിയാണ് അവൻ. അല്ലാത്തൊരുത്തൻ അങ്ങനെ പേര് വെക്കും. വളരെ മോശമാണ് മനസ്സിലായ ഒരു സംഗതി. ആ മോശമാണ് മനസ്സിലാക്കി പിന്നെ ഈ അഡ്രസ്സിന്റെ കൂടെ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ മുൻ മദ്യപാനിയാണ്, ഞാൻ മുൻ തോന്നിവാസിയാണ്, മുൻ തമ്മാടിയാണ്, മുൻ കള്ളനാണ്, മുൻ വ്യഭിചാരിയാണ്, ഇങ്ങനെ ആരെങ്കിലും എഴുതൂല. സ്വാഭാവികമാണ്. അപ്പൊ ഒരു ബുദ്ധിയുമില്ല. എന്ത് പേര് വിളിക്കണം എന്നതുപോലും അറിയാത്ത യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, മതവിരോധികൾ. എന്താണ് മതം എന്നവർക്കറിയില്ല. എന്നിട്ടോ ഇസ്ലാമിന്റെ പേരിൽ ആരോപണം പറയാണ്. ഒരു ആരോപണം കേട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കൽ ഒരാൾ വന്ന് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടുമ്പോൾ നബി തങ്ങൾക്ക് കാണിക്ക വെക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയുന്നു. അദ്ദേഹത്തിന് എന്താണ് ഒന്നും മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം ഭരണാധികാരിയാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്. ആ നബി തങ്ങൾ വളരെ പാവപ്പെട്ട ജനങ്ങളെ മുഴുവനും സംരക്ഷിക്കുകയാണ്. ജനങ്ങൾക്ക് മുഴുവനും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയാണ്. എത്രത്തോളം കടത്തോടുകൂടി ഒരാൾ മരിച്ചു പോയാൽ ആ മരിച്ചവന്റെ കടം നബി തങ്ങൾ ഏറ്റെടുത്തിട്ട് മയ്യിത്ത് നിസ്കരിക്കുകയാണ്. അത്രത്തോളം എല്ലാവർക്കും സംരക്ഷണം നൽകുകയാണ്. അങ്ങനത്തെ ഹബീബായ നബി തങ്ങൾക്ക് പൊതുഫണ്ടിൽ പണം വേണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നവരോട് ഖദ്ദിമൂ ബൈന നജ്വാകും സദഖ, നിങ്ങൾ നബി തങ്ങളുമായി സംസാരിക്കുമ്പോ സാധുക്കൾക്ക് നിങ്ങൾ ധർമ്മം കൊടുക്കുക എന്നൊരു ഏർപ്പാട് വേണം. ധർമ്മത്തിലേക്ക് ചെറിയൊരു സംഖ്യ കൊടുക്കണം. റസൂലുള്ളാഹ്ക്കല്ല, റസൂലുള്ള ധർമ്മം സ്വീകരിക്കാറില്ല. സ്വന്തം സദഖ കൊടുത്താ റസൂലുള്ള വാങ്ങൂല, എടുക്കൂല. സകാത്ത് കൊടുത്താ വാങ്ങൂല, എടുക്കൂല. അത് നബി തങ്ങൾ ചെയ്യാനേ, എടുക്കാനേ, സ്വീകരിക്കാനേ പാടില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് ധർമ്മം നബി തങ്ങൾക്ക് ധർമ്മം കൊടുത്താൽ അവിടുന്ന് സ്വീകരിക്കൂല. പക്ഷേ സാധുക്കളുടെ ധർമ്മം നബി തങ്ങൾ സംഭരിക്കും. അതൊരു വലിയ സേവനമാണ്. ആ സേവനം ചെയ്യുമ്പോ ആ സേവനത്തിൽ കഴിവുള്ളവർ പങ്കാളികളാകണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് ആ ഹമുക്കിന് മനസ്സിലായില്ല, ആ മുർത്തദ്ദിന് മനസ്സിലായില്ല. എന്നിട്ട് നബി തങ്ങൾക്ക് കാണിക്ക വെക്കണം എന്നാക്കി ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുകയാണ് ആ വിവരദോഷി. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ഇസ്ലാമിന്റെ വിരോധികൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഏത് വിഷയങ്ങളുണ്ടോ അത് മുഴുവനും വിവരക്കേടാണ്, അറിവുകേടാണ്. പരിശുദ്ധ ഇസ്ലാം
ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം പവിത്രമാണ്, വിശുദ്ധമാണ്, സമാധാനത്തോടെ ജീവിക്കാനുള്ളതാണ്, ഏത് മനുഷ്യരും സമാധാനം നൽകുന്നതാണ്. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവനാകണം ഞാനെന്ന ബോധം സർവ്വ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകണം. ഇനി പറയട്ടെ, എനിക്ക് തിരിഞ്ഞതുപോലെ വേറെ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന അഹങ്കാരം, യുക്തിവാദിയുടെ അഹങ്കാരം, നാസ്തികന്റെ അഹങ്കാരം, മുജാഹിദിന്റെ അഹങ്കാരം, ജമാഅത്ത് ഇസ്ലാമിന്റെ അഹങ്കാരം, തബ്ലീഗുകാരന്റെ അഹങ്കാരം, ഈ അഹങ്കാരമാണ് മനുഷ്യനെ എപ്പോഴും നാശത്തിലേക്ക് കൊണ്ടുപോയി നയിക്കുന്നത്. അതാണ് ഹബീബ് നബി തങ്ങൾ പറഞ്ഞത്, അവനവന് സ്വന്തം എനിക്കറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല, എനിക്ക് തിരിയും പോലെ വേറെ ആർക്കും തിരിയില്ല, എന്നെക്കാൾ അറിയുന്നവനില്ല എന്ന ചിന്താഗതി, അഹംഭാവമാണ് ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ ആപതിപ്പിക്കുന്നത്. വിനയാന്വിതനായി ജീവിക്കണം മനുഷ്യൻ. وعباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون قالوا سلاما. താഴ്മയോടെ ജീവിക്കുന്നവർ, അവർക്കാണ് സ്വർഗ്ഗം, അവർക്കാണ് ആനുകൂല്യം. ഞാൻ എൻ്റെ വാചകങ്ങൾ നീട്ടുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കണം, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കണം, അള്ളാഹുവിന്റെ സാലിഹീങ്ങളുടെ വഴി പിന്തുടരണം. ആ സാലിഹീങ്ങളുടെ വഴി പിന്തുടർന്നുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് മരിക്കാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ജീവിച്ച മഹാന്മാർ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പവറുകൾ നൽകുന്നുണ്ട്, വലിയ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങൾ നൽകുന്നുണ്ട്. ആ നൽകപ്പെടുന്ന ആദരവുകളാണ് യഥാർത്ഥത്തിൽ കറാമത്തുകൾ എന്ന് പറയുന്നത്. ആ കറാമത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്നു. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ വിഷയവും അള്ളാഹുവിന്റെ നിയമപ്രകാരം മാത്രമേ നമ്മൾ പറയാനും ചെയ്യാനും പാടുള്ളൂ. ഏത് വിഷയം വരുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ നിർദ്ദേശത്തിന് അപ്പുറം പാടില്ല. ഞാൻ ഇവിടെ വന്നിട്ട്, ഇവിടെ ഈ മഖ്ബറയിൽ കുറെ ഒരു മഹാൻ കിടക്കുന്നുണ്ട്, കുറെ ആളുണ്ടല്ലോ ഒന്ന് ഇവിടെ ഈ മഖ്ബറയിൽ എത്ര ആൾ? ഒരാൾ, ഒരു വലിയ മഹാൻ കിടക്കുന്നുണ്ട്. അത് മഹാനാണ് എന്നുള്ളതിന് എന്താ തെളിവ്? എത്രയോ കാലമായി മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അവർ വലിയ മഹാനാണെന്ന് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. എല്ലാറ്റിനും തെളിവ് അങ്ങനെ തന്നെയല്ലേ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? കട്ടത്തില. എന്താണ് അതിന്റെ തെളിവ്? അത് എത്രയോ കാലമായിട്ട് ഈ സ്ഥലത്തിന് പേര് കട്ടത്തില അത് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ തെളിവ് ഇനി പൊരുത്ത മതി കട്ടത്തിലല്ലാന്ന് പറഞ്ഞാലോ ഒന്ന് തലയില്ലാന്ന് അല്ലേ? ഇന്നെന്താഴ്ച? ഇന്നെന്താഴ്ച? ഞായറാഴ്ച. ആയാലും കഴിഞ്ഞു പോയോ? ഞായറാഴ്ച ആയതാ? ആ, അപ്പൊ ശനിയാഴ്ച തുടങ്ങിയിട്ട് ഞായറാഴ്ച ആയതാണ് അല്ലേ? ഞായറാഴ്ച. എന്താ തെളിവ്? ഇന്നലെ ശനിയാഴ്ച. അങ്ങനെ അങ്ങ് പോയാല് സുബ്ഹാനല്ലാഹ്, അതങ്ങനെയാന്നുള്ളതിൽ എന്താ തെളിവ്? അങ്ങനെ എല്ലാരും പറഞ്ഞു വരുന്നത് അപ്പൊ അതങ്ങനെ തന്നെയാണ്. ഇനി പൊരുത്തം നീ ഞായറാഴ്ച അല്ലാന്ന് പറഞ്ഞാലോ അതിന്റെ തെളിവ് മുൻഗാമികൾ. അതുപോലെ ഇവിടുത്തെ മഖ്ബറയിലുള്ള ആള് മഹാനാണ്. ഇവിടെ എത്ര ഖബറുകളുണ്ട്? ഒരു ഖബറിന് എല്ലാവരും പ്രത്യേകം ആദരവ് നൽകുന്നു. അപ്പൊ നേരത്തെ അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട കാലം മുതലേ ജനങ്ങൾ അതിനെ ആദരിക്കുന്നു. അതുകൊണ്ട് അതിനെ അങ്ങനെയായി. എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? അതിനൊരു തെളിവുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ മഹാനെ പറ്റി ഞാൻ മഹാനവറുകൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഞാൻ എന്റെ വകയിൽ കുറെ കറാമത്തുണ്ടാക്കി അങ്ങ് പറയാം. അങ്ങനെ പറ്റുമോ? അത് പറ്റൂല. കളവ് പറയാൻ പാടില്ല. നമ്മൾ ഏത് വിഷയം പറയുമ്പോഴും ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്തത് പറയാൻ പാടില്ല. അപ്പൊ കറാമത്ത് പറയുമ്പോഴും പറയാൻ പാടില്ല. വലിയ വലിയ മഹാന്മാര് ഇവരുടെ കിതാബിലൊക്കെ എഴുതി വെച്ച് നമുക്ക് അവരുടെ കിതാബ് നോക്കിയിട്ട് പറയാം. അതുപോലെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കി നമുക്ക് അനുഭവം വെച്ച് പറയാം. അനുഭവിച്ചത് ഒരു സത്യസന്ധനായ ഒരാൾ പറഞ്ഞു തന്നാൽ അയാൾ പറഞ്ഞു തന്നു എന്ന നിലക്ക് നമുക്ക് പറയാം. അങ്ങനല്ലാതെ നമ്മളെ വകയിൽ എന്തും എങ്ങനെയും പറയാം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ വിഷയത്തിലും നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. മഹാനായ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, നമ്മളെ ഉസ്താദ് അബൂ മദിയൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് എന്ത് ഭക്ഷണം കിട്ടിയാലും കഴിക്കും. അപ്പോ നല്ല രസമുള്ള ഭക്ഷണം കിട്ടി അതും കഴിക്കും, അല്ലാത്ത കിട്ടിയാൽ അതും കഴിക്കും. ഒരു ദിവസം ഭക്ഷണങ്ങൾ വന്നു. അങ്ങനെ നല്ല ഭക്ഷണം, ആ ഭക്ഷണം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. കഴിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കിയ സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ മകനും കൂടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഈ മകൻ പറഞ്ഞു, ഈ ഭക്ഷണം ഇതല്ലാത്ത വേറൊരു രുചിയുള്ള മറ്റൊരു ഭക്ഷണമാണെങ്കിൽ ഞാൻ അതിനാഗ്രഹിച്ചു എന്ന് പറഞ്ഞു.
അങ്ങനെ ചിലപ്പോ ഉണ്ടല്ലേ നമുക്ക് നല്ല മന്തി കൊണ്ടുവച്ചു, ഇപ്പൊ ബിരിയാണിയാണ് വേണ്ടത്, ബിരിയാണി കൊണ്ടുവച്ച മന്തി, അത് അങ്ങനൊക്കെ സംഭവിക്കൂല. അപ്പൊ ഞാൻ ആഗ്രഹിച്ച വേറൊരു ഭക്ഷണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ബിസ്മില്ലാഹ് കുൽ മാ തമന്നൈത, അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പേരുകൊണ്ട് നീ ആഗ്രഹിച്ചത് കഴിച്ചോ. സുബ്ഹാനല്ലാഹ്. അപ്പോഴേക്ക് ആ ഭക്ഷണം ആഗ്രഹിച്ച ഭക്ഷണമായി മാറി. ഫലം യസൽ യുഅദ്ദിദു തമന്നി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് പറയാണ്. അബൂമദിയൻ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ പോലെ ബിസ്മില്ലാഹ് കുൽ മാ തമന്നൈത, ബിസ്മില്ലാഹ് കുൽ മാ തമന്നൈത, ഓരോ വാക്കും പറയുമ്പോൾ ആഗ്രഹിച്ച ഭക്ഷണമായി മാറുകയാണ്. ഒരേ നിറം തന്നെ പല കളറായി മാറുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വലിയ പവറാണ്. അതുപോലെ 100,000 കറാമത്തുകൾ ഔലിയാക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കറാമത്തുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അമ്പിയാക്കൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് നൽകുന്നു, ഔലിയാക്കൾക്ക് അല്ലാഹു കറാമത്ത് നൽകുന്നു. അത്തരം കറാമത്തുകൾ അല്ലാഹു അവരെ ബഹുമാനിച്ച് നൽകുകയാണ്. കാരണം എന്താണ്? അവർ അല്ലാഹു കൽപ്പിച്ചതെടുത്തവരാണ്, അല്ലാഹു വിരോധിച്ചതൊഴിച്ചവരാണ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചവരാണ്. അഹങ്കാരം, അസൂയ, വിദ്വേഷം പോലുള്ള രോഗങ്ങളില്ലാത്തവരാണ്. എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്തയുള്ളവരാണ്. അവരെപ്പോഴും അവരുടെ മനസ്സ് റബ്ബിൽ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള മഹാന്മാർ അവരാണല്ലോ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ യഥാർത്ഥത്തിലുള്ളവനില്ല, എല്ലാം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്, അവനല്ലാതെ ഉള്ളതിൽ പറയാനില്ല. ആ റബ്ബ് തൃപ്തിപ്പെടുന്ന സ്ഥലത്താണ് അവരെ തൃപ്തി, അല്ലാഹു വിളിച്ചതിലേക്കാണ് അവരെ ഉത്തരം. അല്ലാഹ് വിരോധിച്ച വഴിക്ക് അവർ പോകൂല. അവരെ നാവ് ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്, കളവിൽ നിന്ന് അവർ സംരക്ഷിക്കുകയാണ്. കണ്ണ് ഹറാമിൽ നിന്ന് രക്ഷിക്കുകയാണ്, കാത് ഹറാമിൽ നിന്ന് സൂക്ഷിക്കുകയാണ്, കൈ ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്, കാല് ഹറാമിലേക്ക് നടക്കാതെ സൂക്ഷിക്കുകയാണ്. കൃത്യമായി റബ്ബിന്റെ മുമ്പിൽ അവർ നിസ്കരിക്കുകയാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്. ചുരുങ്ങിയ കാലമേ ഈ ലോകത്ത് ജീവിക്കാനുള്ളൂ. ആ കാലം എന്നെ പഠിച്ച റബ്ബിന്റെ തൃപ്തിയിലങ്ങ് ജീവിച്ചിട്ട് ഈ താഴ്ന്ന കടിപിടിയുടെ ലോകത്ത് നിന്ന് ഈ വളരെ നാറിയ ജീവിതം നടക്കുന്ന ഈ ലോകത്ത് നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് പോകണം എന്ന ചിന്തയാണ്. അതിലവർ ക്ഷമിച്ചു നിൽക്കുകയാണ്. വസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ. അവർ ക്ഷമിക്കുന്നവരാണ്, സത്യം പറയുന്നവരാണ്, അനുസരണമുള്ളവരാണ്, അതേ നല്ല കാര്യത്തിൽ ചെലവഴിക്കുന്നവരാണ്. പാതിരാ സമയത്ത് എഴുന്നേറ്റിരുന്ന റബ്ബിനോട് താണുകേണ് അടിമയാണെന്ന നിലക്ക് ഉടമസ്ഥനോട് മാപ്പ് പറയുന്നവരാണ്. ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ ഈ പാവപ്പെട്ട എനിക്ക് സാധിക്കണം. അതിന് മുഅ്മിനീങ്ങളായ നിങ്ങൾ ദുആ ചെയ്യണം, മുതഅല്ലിമീങ്ങൾ ദുആ ചെയ്യണം, ആലിമീങ്ങൾ, സയ്യിദന്മാർ, മുഅ്മിനാത്തുകൾ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഒരു തലമുറ ഞാൻ കണ്ടു അവർ വിട്ടുപിരിഞ്ഞു, രണ്ടാം തലമുറ കണ്ടു അവർ വിട്ടുപിരിഞ്ഞു, മൂന്നാം തലമുറയിലുള്ള എന്റെ സുഹൃത്തുക്കളും പലരും വിട്ടുപിരിയുന്നത് കാണുകയാണ്. എപ്പോഴാണ് യാത്ര എന്നറിയുന്നില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് ഈമാൻ സലാമത്താകണം, അല്ലാഹു പൊരുത്തപ്പെട്ടതിൽ ഈ ഭൂമിയിൽ നിന്ന് പോകണം. പക്ഷേ സമ്പാദ്യങ്ങളൊന്നുമില്ല, അതുപോലെ ചെയ്ത തെറ്റിന് കയ്യും കണക്കുമില്ല. റബ്ബ് എന്റെ തെറ്റുകൾ മാപ്പ് തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. റബ്ബ് നമ്മുടെ അമലുകൾ ഖബൂൽ ചെയ്യാൻ പ്രാർത്ഥിക്കണം, ഖൽബ് ശുദ്ധിയാകാൻ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് എല്ലാവരോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ സർവ്വ സദസ്സുകളും ഞങ്ങളെ സർവ്വ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്.